ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പാലക്കാട് പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. 9 മണിയാകുമ്പോൾ നമ്മുടെ ഇവിടെ ഓട്ടോ വരും വീടിൻ്റെ മുൻവശത്ത്. അങ്ങനെ ഞങ്ങൾ ചേർത്തല വരെ ഓട്ടോയിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബസ് കയറി പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ആദ്യക്കുട്ടൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കാലത്ത് മുതലേ തുടങ്ങിയതാണ് കേട്ടോ. അവനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഒരു ഇതാണ്. അവനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അമ്മ എന്നെയും കൂട്ടിക്കൊണ്ട് പോകണം പാലക്കാട് പോകുമ്പോൾ. കുറേ ദിവസമായിട്ട് പാലക്കാട്ടേക്ക് പോകാൻ ഭയങ്കര മോഹമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങനെ ഇത്തിരി കാണാണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവനെ തനിച്ചാക്കിയിട്ട് പാലക്കാട് പോയെന്നും പറഞ്ഞ് ഇവിടെ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ദേ അവനും പോകാൻ റെഡിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ബാഗ് സാധനങ്ങളൊക്കെ ഇത് എൻ്റെ ഡ്രസ്സൊക്കെയാണ്. ഇത് ആദ്യക്കുട്ടൻ്റെ ഡ്രസ്സും പിന്നെ അവൻ്റെ JCB ഒക്കെ എടുക്കുന്നുണ്ട്. അവന് JCB ഇല്ലാതെ പറ്റുകയില്ല കേട്ടോ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ JCB വേണം. ഇപ്പോൾ തൽക്കാലം കളിയാണ് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഞാൻ ഇത്തിരി കഞ്ഞിയൊക്കെ കുടിക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ ആദ്യക്കുട്ടന് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തുള്ള കടയിൽ പോയി ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. ആദ്യക്കുട്ടനെ ദോശ കഴിക്കാൻ ഒരു അരമണിക്കൂർ എടുത്തു കേട്ടോ. എന്നാലും കഴിച്ചു. ബസ്സിൽ പോകുമ്പോൾ ഇവ ഛർദ്ദിക്കും. അത് തന്നെ 2-3 നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ ഒക്കെ ആയിട്ട് KSRTC ബസ് സമരമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും ആദ്യക്കുട്ടനെയും കൊണ്ട് പോകുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ പരിഗണനയിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടും. എപ്പോൾ എത്തും എന്നൊന്നും ഒരു പിടിയുമില്ല. പിന്നെ അനിയണ്ണന് അടുത്ത ആഴ്ചയൊക്കെ വീട്ടിലേക്കായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ ആൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമുള്ളൂ. ഞാനും ആദ്യക്കുട്ടനും ഇല്ലാണ്ടിരുന്ന പറ്റില്ല എന്തായാലും. പക്ഷെ ആൾ സമ്മതിക്കുന്നവർ അവിടെ അച്ഛൻ തനിച്ചാണ്. ഞങ്ങൾ പോകുമ്പോൾ അച്ഛനൊരു സന്തോഷം. പിന്നെ പള്ളി നിറച്ചേക്കണം. 2-3 വർഷമായിട്ട് എനിക്ക് ഞാൻ പള്ളി നിറച്ച സമയത്ത് എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ മരിച്ച സമയത്തൊക്കെ പള്ളി നിറച്ച ഉള്ളതുകൊണ്ട് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ 2-3 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ഈ വർഷമാണ് ഞാൻ പള്ളി നേർച്ചയ്ക്കായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കൂടി ഉണ്ട്. എല്ലാവരും ഒക്കെ വരും. പിന്നെന്താ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആദ്യക്കുട്ടനെ കാണാതെ ഇവിടുത്തെ അച്ഛന് എന്തായാലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പം അച്ഛന് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഞങ്ങളിവിടുന്ന് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞാൽ ആദ്യക്കുട്ടൻ ഇല്ലാണ്ട് അച്ഛനെ പറ്റിയില്ല. അച്ഛൻ ചായക്കടയിലേക്കും കടയിലേക്കൊക്കെ ആയിട്ട് കൂടെ കൂട്ടി എപ്പോഴും അപ്പയായിട്ട് ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അവനില്ലാത്തൊരു സങ്കടമാണ് ഇവിടുത്തെ അച്ഛൻ എന്തായാലും ഉള്ളത്. എന്നാലും ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റും.